വലിയ രഹസ്യം. പ്രണയം ദ്രോഹമായി മാറി. വേദന നിറഞ്ഞു മനസ്സിൽ ഓർമ്മകൾ ഉണ്ടായിരുന്നു. മനസ്സിലെ വിശ്വാസം നഷ്ടപ്പെട്ടു. വെള്ളത്തിന്റെ തിരമാലകളിൽ മറഞ്ഞിരുന്നു ഒരു ഭയങ്കരമായ ഉണർവ്. സത്യം പുറത്തു വന്നു. പേടിപ്പിക്കുന്നതായിരുന്നു ഓരോ ശ്വാസവും. വെറുപ്പിലും പ്രണയത്തിലും വിജയിച്ചു യഥാർത്ഥ സത്യം. സോണിയ തന്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവൾ വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നല്ല കരിവളയം ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ കണ്ണുനീറില്ലായിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവളുടെ ഫോൺ റിംഗ് ആയത്. അവൾ തന്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഫോൺ എടുത്തു. ഇത് അവളുടെ ഡോക്ടർ വിളിച്ച കാളായിരുന്നു. ഹലോ. നീ എന്താ ചെയ്യുന്നു സോനിയ? ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. നീ ഇപ്പോൾ ഗുളികകൾ കഴിച്ചോ? ഇപ്പോൾ കഴിക്കാം. ശരി, ഞാനിപ്പോൾ എന്താ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നീ നിന്റെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യണം. ശരി, ഞാൻ നിനക്ക് വൈകിട്ട് കോൾ ചെയ്യാം. സോണിയ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് കിടക്കയിൽ നിന്നും എണീറ്റു. അപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് ഒരു കൈ ഇല്ല എന്നത്. അവളുടെ റൈറ്റ് ഹാൻഡ് ആരോ മുറിച്ചെടുത്തിരിക്കുകയായിരുന്നു. അവൾ നേരെ ടേബിളിനടുത്തേക്ക് ചെന്നു. തൻ്റെ ഗുളിക എടുത്തു. മുൻപിലെ ജനാലയിൽ കൂടി കുട്ടികൾ കളിക്കുന്നത് അവൾ കണ്ടു. ഇത് കണ്ടിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സോണിയ പിന്നെ ഗർവിത് തറയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? അടുത്ത് കല്യാണം, അത്രേ ഉള്ളൂ. എന്ത് നേരാണോ? അല്ല, നിന്റെ കല്യാണം എപ്പോഴാ? അപ്പോഴാണ് ഗർവിത് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു മോതിരം എടുത്തത്. അതവൻ സോണിയയുടെ കയ്യിൽ നൽകി. അത് കണ്ടതും സോണിയ വളരെ സന്തോഷിച്ചു. പിന്നെ ഒരു ദിവസം ഗർവിത് മരിച്ചു പോയപ്പോൾ സോണിയ നദിക്കരയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ വെള്ളത്തിനു മുകളിൽ രക്തം ഒഴുകുന്നത് അവൾ കണ്ടു. ഇത് കണ്ട് പേടിച്ചവൾ മുന്നിലോട്ട് ഓടിച്ചെന്നു. ഗർവിത്തിനെ തേടാനായി അവൾ ശ്രമിച്ചു. ഗർവിത്, 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 ഗർവിത്. അപ്പോഴാണ് വെള്ളത്തിനകത്തു നിന്നും ആ പ്രാണി വീണ്ടും പുറത്തു വന്നത്. വെള്ളത്തിലുണ്ടായിരുന്ന അവളുടെ കയ്യെ ആക്രമിച്ച് അതിനെ വെട്ടിയെടുത്തു. സോണിയ വേദന താങ്ങാനാവാതെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. നിനക്കൊരു കാര്യം അറിയുമോ? ഇന്ന് അതേ നദിയിൽ തന്നെ രാവിലെ ഒരാൾ മരിച്ചുപോയി. അടുത്ത ദിവസം ആഷിമ ചന്ദനോടൊപ്പം നദിയുടെ അടുത്തേക്ക് വന്നു. അവർ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് വിചാരണ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവർ എല്ലാ ചുറ്റിലും ശ്രദ്ധിച്ചു നോക്കി. പിന്നെ തറയിൽ ചില അടയാളങ്ങൾ അവർ കണ്ടു. ആരെയോ ആ ഈരമായ മണ്ണിൽ വലിച്ചുകൊണ്ടുപോയതുപോലെ ഇരുന്നു. കുറച്ചു ദൂരെ ഒരു മരത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു തുണി പീസ് കിട്ടി. ഈ അടയാളം ഏതോ ഒരു വലിയ മൃഗത്തിൻ്റെതാണ്. ഒരുപക്ഷെ മുതല അല്ലെങ്കിൽ ഏതെങ്കിലും വേട്ടക്കാരൻ്റെതായിരിക്കും. മാഡം, ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മൃഗങ്ങൾ ഒന്നും ഇല്ല എന്ന്. ഇവിടെ ഇരിക്കുന്നത് അവളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എത്ര അടുത്ത് പോകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ആപത്തുണ്ടാവും. ചന്ദൻ, നമുക്ക് ഈ ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. ഏതെങ്കിലും വേട്ടക്കാരൻ്റെതായിരിക്കും ഇത്. നമ്മൾ ഈ സ്ഥലം മൊത്തം സീൽ ചെയ്യണം. സീൽ ചെയ്യുന്നത് കാരണം എന്താണ് നടക്കുന്നത്? നിങ്ങളെ കൊണ്ട് ആ വെള്ളത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറയൂ. ആഷിമ ചന്ദനെ വളരെ ദേഷ്യത്തോടെ നോക്കി. അവരാ ഡ്രസ്സ് എടുത്ത് എവിഡൻസ് കവറിൽ സൂക്ഷിച്ചു വെച്ചു. അവിടെ നിന്നും അവർ പുറപ്പെട്ടു. അന്ന് രാത്രി തന്നെ സോണിയ തന്റെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. ഒരു കൈയില്ലാത്തത് കൊണ്ട് അവൾക്കത് വളരെ കഷ്ടമായിരുന്നു. അവൾ ഉപ്പ് ബോട്ടിൽ ഓപ്പൺ ചെയ്തു. പക്ഷെ അത് അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണുപോയി. അത് തുടയ്ക്കാനായി അവൾ താഴേക്ക് കുനിഞ്ഞു. അപ്പോഴാണ് അവളുടെ കഴിവില്ലായ്മ അവൾക്ക് മനസ്സിലായത്. അവൾ അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവൾ തന്നെ സമാധാനിപ്പിച്ചു. തറ വൃത്തിയാക്കി. പിന്നെ കൈ കഴുകിയിട്ട് പൈപ്പ് മൂടി. എന്നാലും പൈപ്പിൽ നിന്നും വെള്ളം തുള്ളിയായി ഒഴുകാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് പൈപ്പിൽ നിന്നും ഒരുപാട് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. പേടിച്ച് സോണിയ പുറത്തേക്ക് ഓടി. പക്ഷേ കതകിൽ ചെന്ന് ഇടിച്ച് അവൾ തറയിലേക്ക് വീണു. പിന്നെ കരഞ്ഞുകൊണ്ട് തല നിവർന്നു നോക്കി.
നിനക്ക് എന്റെ കയ്യിൽ നിന്നും എന്താണ് വേണ്ടത്? എന്തിനാ നീ എന്നെ കൊല്ലാതെ വച്ചിരിക്കുന്നത്? പുറകിൽ പൈപ്പിൽ വെള്ളം ഒലിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ സോണിയ അവിടെ തന്നെ കരഞ്ഞുകൊണ്ടേയിരുന്നു. രാവിലെ ആഷിമ തനിയെ സ്റ്റേഷനിലേക്ക് വന്നു. അവർ അലമാരയൊക്കെ വൃത്തിയാക്കി ഫയൽസ് ഒക്കെ നോക്കുകയായിരുന്നു. നടന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അതും അവര് മുഖ്യമായി പണ്ടുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ തേടുകയാണ്. അപ്പോഴാണ് അവർക്ക് 17 വർഷം പഴക്കമുള്ള ഒരു ഫയൽ കിട്ടിയത്. അതിൽ സാവിത്രി എന്ന ഒരു ലേഡിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അവളെ ഗ്രാമത്തിലെ ജനങ്ങൾ ഡയൻ ആണെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഗ്രാമത്തിൽ പണ്ടുതി സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത്. സാവിത്രിയുടെ മുഴുവൻ നെയ്യും സാവിത്രി ചന്ദൻ ഗുപ്ത. ഇത് കണ്ടതും തന്നെ ആഷിമയ്ക്ക് മനസ്സിലായി അവർ ചന്ദന്റെ ഭാര്യയാണെന്ന്. അവർ നേരെ ചന്ദന്റെ ടേബിളിലേക്ക് ചെന്നു. അവർ ടേബിൾ പൊട്ടിച്ചു. അതിൽ നിന്നും ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് കിട്ടി. പിന്നെ കീറിയ ഒരു സാരി കഷ്ണവും കിട്ടി. എന്താണിത്? ചന്ദൻ. ഇതെല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടത്. അവർ വേഗം എല്ലാം തിരിച്ചെടുത്തു വെച്ചു. എന്നിട്ട് അവിടെ നിന്നും എണീറ്റ് പോയി. രാത്രി സോണിയ കാട്ടിൽ തനിച്ച് നടന്നു പോവുകയാണ്. അവൾ ഏതോ ആഴ്ന്ന ചിന്തയിലിരിക്കുകയാണ്. പിന്നെ ആ കാട് മുഴുവൻ ഗർഭ്യത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് അവളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സോണിയ, ഇവിടെ വരൂ സോണിയ. അവൾ ഒട്ടും നിൽക്കാതെ ഏതോ ജീവനില്ലാത്തതുപോലെ മുന്നിലോട്ട് നടന്നു പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സോണിയ ആ നദിക്കരയിൽ വന്നെത്തി. അവൾ ആ വെള്ളത്തിനെ നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ അവളെ അറിയാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഗർവിത്, നീ ഇവിടെയാണോ ഉള്ളത്? അപ്പോഴാണ് പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും കുമിൾ വരാൻ തുടങ്ങിയത്. പിന്നെ കുറച്ചു സമയത്തിനകം ഒരു ഭയങ്കരമായ ഒരു പെണ്ണിന്റെ രൂപം വെള്ളത്തിൽ നിന്നും പുറത്തു വന്നു. സോണിയ പേടിച്ചില്ല. എങ്ങനെയായിരുന്നെന്നാൽ അവൾ ഒരു ഓർമ്മയില്ലാതെ അവിടേക്ക് നോക്കുകയായിരുന്നു. പിന്നെ അവൾക്ക് ആ രൂപം ഗർഭിത്തിനെ പോലെ തോന്നുന്നു. അവൾ പതുക്കെ തൻ്റെ കയ്യെ പണ്ടുവിയുടെ നേരെ ഉയർത്തി. എന്നെയും നിന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോ. ഇതിനു മുകളിൽ എനിക്ക് സഹിക്കാനാവില്ല. അപ്പോഴാണ് ഏതോ ഒരു വെളിച്ചം ആ പ്രാണിയുടെ മേലിൽ കൊണ്ടത്. അത് ടോർച്ചിന്റെ വെളിച്ചമായിരുന്നു. പുല്ലുകളുടെ ഇടയിൽ നിന്നും ആഷിമ പുറത്തു വന്നു. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവർ ദീർഘശ്വാസം വലിക്കാൻ തുടങ്ങി. സോണിയ, പുറകിലോട്ട് നീങ്ങ്. അത് അവനല്ല. പാണ്ഡുവി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ വന്നു. എന്നിട്ട് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പാണ്ഡുവി വേഗം വെള്ളത്തിനടിയിലേക്ക് ചെന്നു. അപ്പോഴാണ് സോണിയ അതിൽ നിന്നും പുറത്തു വന്നത്. അവൾ മയങ്ങി താഴെ വീണു. ആഷിമ ഉടനെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ സമാധാനപ്പെടുത്തി. അത് ഗർവിത്താണ്. അവൻ എന്നെ വിളിക്കുകയാണ്. ഇല്ല സോണിയ, അവൾ നിന്നെ പറ്റിക്കുകയാണ്. അവൾ ഒരു വേട്ടക്കാരിയാണ്. അവൾ നിന്റെ പ്രണയം മുതലെടുക്കുകയാണ്. ഇതിനിടയ്ക്ക് പുറകിൽ നിന്നും ആരോ കൈ തട്ടുന്ന ശബ്ദം അവർക്ക് കേട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ നിന്നും അറിയാവുന്ന ഒരു രൂപം പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അതാണ് ചന്ദൻ. നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് മാഡം. പക്ഷെ നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ചന്ദൻ, എന്താണിതൊക്കെ? നിങ്ങളുടെ മകന്റെ മരണം നിങ്ങൾ ഉപയോഗിച്ചതാണോ? എൻ്റെ മകൻ മരണിച്ചിട്ടില്ല. അവൻ അതിനകത്താണുള്ളത്. പണ്ടുബി ആരെങ്കിലും കഴിച്ചെങ്കിൽ അവർ അവളുടെ ശരീരത്തിൽ ഒരു ഭാഗമായി മാറുന്നുണ്ട്. എൻ്റെ മോൻ ഇപ്പോൾ അമരനായിട്ടുണ്ട്. ഇപ്പോൾ ഗർഭത്വം അവളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഭക്ഷണം തരുന്നുണ്ട്, അവൾ സന്തോഷമായിരിക്കാൻ വേണ്ടി. ആഷിമ ഉടനെ എണീറ്റ് നിന്നു. എന്നിട്ട് തോക്കുകൊണ്ട് ചന്ദന് നേരെ ഉന്നം വെച്ചു. നിനക്ക് വട്ടുപിടിച്ചെന്നാ തോന്നുന്നേ. നീ ജനങ്ങളുടെ ജീവൻ എടുക്കുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ ഇപ്പോൾ തന്നെ എന്നോടൊപ്പം വരണം. ഞാൻ എവിടെയും വരില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും പോവും, വെള്ളത്തിൻ്റെ അകത്ത്. ചന്ദൻ ഉടനെ കുനിഞ്ഞു. എന്നിട്ട് തറയിലുള്ള ഒരു കയറ് വലിച്ചു. പിന്നെ അത് കാരണം ഒരു കുഴി തുറന്നു. ആഷ്മ ആ കുഴിയിനകത്തേക്ക് വീണു. തലയിൽ നല്ല അടി കൊണ്ടത് കാരണം അവർ അവിടെ തന്നെ മയങ്ങി വീണു. ചന്ദൻ സോണിയയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവളെ അവിടെ നിന്നും നദിയുടെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി.
ഞാൻ നിനക്ക് വേണ്ടി ഇനിയും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഈ സ്ത്രീനെ മൊത്തം നീ കഴിച്ചേക്കാം. ഇവളുടെ ഒരു കൈ മുൻപേ തന്നെ നിന്റെ അടുത്തുണ്ട്. സോണിയ പാണ്ഡവിയെ നോക്കി. അവൾ കാണാൻ ഭയങ്കരമായും വളരെ ആപത്തായവളായും കണ്ടു. പക്ഷെ അപ്പോഴാണ് എന്തോ ഒന്ന് മാറിയത്. അവൾ സോണിയയ്ക്ക് പകരം ചന്ദന്റെ കഴുത്തിൽ കയറി പിടിച്ചു. സാവിത്രി, ഞാൻ എൻ്റെ ഭർത്താവാണ്. ഞാൻ എന്നെ സഹായിക്കുന്നു. എന്നെ വിട്ടേക്ക്. പണ്ഡുബി ചന്ദനെ വെള്ളത്തിൻ്റെ അകത്ത് ഇഴുത്തു കൊണ്ടുപോയി. റാസ്കൽ, എന്നെ പ്രേതമെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് നീയാണ്. എന്നാലല്ലേ നിന്റെ കള്ള ഭാര്യയോടൊപ്പം നിനക്ക് സന്തോഷമായി ജീവിക്കാനാകൂ. എനിക്ക് ആണുങ്ങളെ കണ്ടാൽ വെറുപ്പാണ്. ഇന്ന് നീ ഒരു പെണ്ണിനെ ബലിയാക്കി നിന്റെ കള്ളത്തനം നീ കാണിച്ചു തന്നു. ഇത് നിന്റെ അവസാനത്തിനുള്ള സമയമാണ്. ഒരു ഭയങ്കരമായ ശബ്ദത്തോടെ പണ്ഡുവും വെള്ളത്തിനകത്തേക്ക് ചെന്നു. പിന്നെ കുറച്ചു ക്ഷണത്തിനകം വെള്ളത്തിനു മുകളിൽ രക്തം നിറയാൻ തുടങ്ങി. സോണിയ ഇതൊക്കെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. അവൾ മയങ്ങി താഴേക്ക് വീണു. കുറച്ചു സമയത്തിനു ശേഷം ആഷ്മ കണ്ണു തുറന്നു. അവർ കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവർ സോണിയയെ കണ്ടു. പിന്നെ വേഗം അവർ സോണിയയുടെ അടുത്തേക്ക് ചെന്നു. അവൻ പോയി. പിന്നെ അവളും തന്നെ. അവൾ ഒരിക്കലും പോകില്ല. എപ്പോഴും അവൾ കാത്തുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ വെറുപ്പോടുകൂടിയും അല്ലെങ്കിൽ സങ്കടത്തോടു കൂടിയും വിളിക്കുന്നത് വരെ അവൾ കാത്തുകൊണ്ടിരിക്കും. സോണിയ തന്റെ വെട്ടപ്പെട്ട കൈയിനെ നോക്കി. അവൾ ആദ്യമായിട്ട് ആ കൈ കണ്ട് വിഷമിക്കാതെ ഇരിക്കുകയായിരുന്നു. ഗർവിത് ചീറ്റഡ് ഓൺ മീ. അവനെ ചന്ദനാണ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. എന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ്. പക്ഷേ നിന്റെ കൈ ക്യാമ്പിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ എനിക്ക് അസുഖം പിടിച്ചിരുന്നു. അവൻ ഏതോ മരുന്നാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വൈറസ് ഇഞ്ചെക്ട് ചെയ്തു. ഇന്ന് ആ കൈ എൻ്റെ ശരീരത്തിൽ നിന്നും പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പാരലൈസ്ഡ് ആയേനെ. പക്ഷേ ഇതൊക്കെ നിനക്കെങ്ങനെയാ അറിഞ്ഞത്? സാവിത്രിയുടെ ആത്മാവ് അന്ന് എന്നോട് സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞു അവളുടെ ആത്മാവ് ഈ നദിയിൽ കെട്ടപ്പെട്ടിരിക്കുകയാണെന്ന്. ഞാനൊരു കളി കളിക്കണമെന്ന് അവൾ പറഞ്ഞു, ചന്ദനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരുന്നു. സോണിയയും ആഷ്മയും ഒന്നിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആഷ്മ മുഴുവൻ കഥയും കേൾക്കുകയായിരുന്നു. നീ സിറ്റിയിലേക്ക് തിരികെ പോകണം. ഇവിടെ ഒന്നും തന്നെ ഇല്ല. അതെ, ഞാൻ എൻ്റെ ജീവിതം വീണ്ടും തുടങ്ങേണ്ടതാണ്. എനിക്ക് വേണ്ടി. ആസ്മ സോണിയയെ സഹായിച്ചു. അവൾ എണീക്കാൻ വേണ്ടി അവർ സഹായിച്ചു. രണ്ടുപേരും അവിടെ നിന്നും പോകാൻ തുടങ്ങി. അവർ പോകും തോറും വെള്ളത്തിൽ നിന്നും വീണ്ടും കുമിളികൾ വരാൻ തുടങ്ങി.